ഹായ്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. രാവിലെ നോക്കിവിടെ ഇതിന് മേലെയും വീടുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നല്ല ഉയരത്തിലാണുള്ളത്. ഇതിൻ്റെ മേലെയും നിങ്ങൾക്ക് കാണാം വീടുകളിങ്ങനെ. എന്തായാലും ഹിൽ ടോപ്പിൽ ഇങ്ങനെയുള്ള ഒരു മലഞ്ചെരിവുള്ള വീടുകൾ എപ്പോഴും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ആ ആഗ്രഹം മാറിക്കിട്ടി. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ്. ഇതിൽ അവരുടെ കൂടെ ഫാമിലി കൂടെ ഉണ്ട്. ഫാമിലി അവർ നേരെ കാണുന്ന അവിടെയാണ് ഫാമിലി താമസിക്കുന്നത്. ഇവർ വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ തോട്ടങ്ങൾ. ഇതാണ് എന്താണ് കടുകാണെന്ന് തോന്നുന്നു, ഈ യെല്ലോ കളർ. എന്താ ശങ്കു? ഇപ്പൊ എനിക്കത്താ You are there. No. Yeah. See, let me complete this. See. നീ അവിടെ ഇരുന്നു, ആ ചെയറിലിരുന്നു. അടിപൊളി. കുറച്ചുകൂടി കയറി ഇരിക്ക്. ഇതാണ്. എന്താ ഈ ചെയറിന് പറയാ? മറന്നുപോയി. ഇതിനൊരു പേരുണ്ടായിരുന്നു. എന്താ ശാങ്കു ഇതിൻ്റെ പേര്? ആടുന്ന ചെയറിന് ഇംഗ്ലീഷിൽ എന്താ പറയല്ലോ? ഇവിടെ ഹോളിഡേ മ്യൂസിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മുതലാളി. നല്ല അടിപൊളിയാണ്. എന്ത് ചെയറാണ്? സ്ലീപ്പിംഗ് ചെയർ. ഒരു രക്ഷയില്ല, അടിപൊളി സീനിങ്. ഇങ്ങനെയാണ് മൂവീസിൽ ഗോസ്റ്റ് ഇരുന്ന് ആടുന്നത്. ഒരു ഗോസ്റ്റാണ് ഇരുന്ന് ആടുന്നത് അല്ലേ? സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അന്തവും കുന്തവും ഇല്ല. അടിപൊളി. ഇവിടെ വരുന്ന നൈനിറ്റാൾ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ സീനിക് ബ്യൂട്ടി കാണാനാണ്. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക. വേറെ വലുതായിട്ട് ഇവിടെ വേറെ ഒന്നും കാണാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ഒന്നുമില്ല എന്നല്ല, ഇതാണ്. വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നത്. സീനിക് ബ്യൂട്ടി എക്സ്പെക്റ്റ് ചെയ്ത് വരിക, കാണുക, താമസിക്കുക, 1-2 ദിവസം കറങ്ങി നടക്കുക. ദാറ്റ്സ് ഇറ്റ്.